തിരുവിതാംകൂർ ഭാഗത്തു നിന്നും മലബാറിലേക്ക് കുടിയേറിയ കർഷക കുടുംബങ്ങളുടെ അധ്വാനത്തിന്റെ ഫലങ്ങൾ ചൂടി നിൽക്കുന്ന പ്രദേശങ്ങളാണ് മലബാറിലെ ഭൂരിഭാഗം ഗ്രാമപ്രദേശങ്ങളും. കഠിന രോഗങ്ങളോടും കാട്ടുമൃഗങ്ങളോടും പടവെട്ടി ദാരിദ്ര്യത്തിന്റെ കെടുതിയിൽ നിന്ന് ഒരു ജനതയെ രക്ഷിക്കുവാൻ വിയർപ്പൊഴുക്കിയ കർഷക സമൂഹം. ചോര നീരാക്കി മണ്ണിൽ പൊന്നു വിളയിച്ച കുടിയേറ്റക്കാരുടെ ദൈവാശ്രയത്വത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലങ്ങൾ ഇന്നും നമ്മുടെ മലയോരങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്നു. പട്ടിണിയിലായിരുന്നിട്ടും മണ്ണിനെ സ്നേഹിച്ച് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച് അധ്വാനിച്ച കുടിയേറ്റക്കാരുടെ സ്മരണ നമ്മെ ഉൾപ്പുളകം കൊള്ളിക്കും. ജീവിത സായന്തനത്തിൽ അവരുടെ പങ്കുവയ്ക്കലുകൾ ബഹുദൂരം ഇനിയും നമുക്ക് മുന്നേറുവാൻ കരുത്തു പകരും. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, പുല്ലൂരാമ്പാറ പ്രദേശങ്ങളെ ഫലഭൂയിഷ്ടമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവർ കുടിയേറ്റ ജനതയാണ്. വിദ്യാഭ്യാസപരവും സാംസ്കാരികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് നിദാനമായ ഇവരുടെ കാഴ്ചപ്പാടുകളും അർപ്പണബോധവും ദൈവഭക്തിയും വരും തലമുറയ്ക്ക് മാതൃകയാകേണ്ടതാണ്. വികസനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഈ പ്രദേശത്ത് വളർച്ചയുടെ പടവുകൾ കയറുവാൻ ഇടയായത് കുടിയേറ്റ ജനതയുടെ ഒറ്റക്കെട്ടായ പരിശ്രമത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണ്. ഇന്ത്യ സ്വതന്ത്രയായ ആദ്യ നാളുകളിൽ തന്നെ കാഞ്ഞിരപ്പള്ളിയിലെ കൂട്ടിക്കൽ പ്രദേശത്തു നിന്ന് തിരുവാമ്പാടിയിലേക്കും പിന്നീട് പുല്ലൂരാമ്പാറയിലേക്കും കുടിയേറിയ പുതിയാമഠത്തിൽ കുടുംബം പ്രതിസന്ധികളിൽ തളരാതെ പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥതയിലും ദൈവത്തിൻ്റെ കരുണയിലും പൂർണ്ണമായി ആശ്രയിച്ച് സമാധാനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച ഒരമ്മയുടെ ഓർമ്മകൾ. കാലത്തിൻ്റെ നെരിപ്പോടിൽ കത്തി അമരാനുള്ളതല്ല ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ് കാലം സമ്മാനിച്ച ദുരന്തങ്ങളെ കർത്താവിലും അവിടുത്തെ അമ്മയിലും ആശ്രയിച്ച് അതിജീവിച്ച ഈ അമ്മയുടെ ഓർമ്മകൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കും. കൂട്ടിക്കലിൽ നിന്നാണ് ഞങ്ങൾ മലബാറിലേക്ക് കയറിയത്. ഞങ്ങളുടെ ബന്ധുവായ ഉപ്പാപ്പനുണ്ടായിരുന്നു, നേരത്തെ പോന്നിരിക്കുന്നു. അദ്ദേഹം വന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോൾ അവിടെ കിടക്കുന്ന ബുദ്ധിമുട്ടിനേക്കാളും നല്ലത് ഇവിടെ വന്ന് കുറച്ച് സ്ഥലം കൊണ്ടൊക്കെ വാങ്ങിച്ച് നമുക്ക് സന്തോഷമായിട്ട് അവിടെ ജീവിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. ഞങ്ങളത് കേട്ട് പോന്നു. വന്നിട്ട് ഞങ്ങൾ തിരുവാമ്പാടിയിലാണ് വന്നത്. പിന്നെ കോഴിക്കോട്ട് വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഇങ്ങനെ ഞങ്ങൾ നടന്നാണ് പോയിരിച്ചത്. അന്ന് നടന്നാണല്ലോ, വണ്ടിയില്ലായിരുന്നു. അവിടെ വന്ന് കുടി താമസം തുടങ്ങി. ആദ്യം വളരെ ബുദ്ധിമുട്ടാണ്, ഒന്നുമില്ലാത്തൊരവസ്ഥ. വളരെ എൻ്റെ കുഞ്ഞൊക്കെ ചോദിക്കുമായിരുന്നു, ഇങ്ങനെ എല്ലാവരും കഞ്ഞി കുടിച്ചിട്ടല്ലേ കിടക്കുന്ന, അത്രയ്ക്ക് വിഷമിച്ചതാണ്. പിന്നെ കൃഷിയൊക്കെ ചെയ്ത് ഇഷ്ടം പോലെ നെല്ലുമായി കുത്തി ചോറ് വെക്കാനോ എല്ലാത്തിനും വളരെ സന്തോഷമായിട്ട് അങ്ങോട്ട് വന്നു. ഒത്തിരി അല്ലെങ്കിലും ദൈവത്തിൻ്റെ കരുണ ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയ നേരം. പിന്നെ ഞങ്ങൾ പുല്ലൂരാമ്പാറ ഉണ്ടായിരുന്നു, 5 ഏക്കർ സ്ഥലം. അവിടെ ഇങ്ങനെ കൃഷിക്കായിട്ട് ഞങ്ങൾ പോകുമായിരുന്നു. അവിടെ അന്നേരം എനിക്കൊരു മകനല്ല ഉള്ളൂ. അന്നേരം അതിനെ ഞാൻ എടുത്ത് എളി വെച്ച് അവിടുത്തെ വീടും അടച്ചിട്ടാണ് പോരിച്ച. അവിടെ കൊണ്ട് ഒരു ദിവസം ഞങ്ങൾക്ക് ഭയങ്കര കാറ്റും മഴയും വന്നപ്പോൾ മുഴുവൻ അങ്ങ് പോയി. കഞ്ഞി തീരിട്ടിട്ടുണ്ട്, കഞ്ഞി തിളയ്ക്കുന്നേ ഉള്ളൂ. അതെല്ലാം പോയപ്പോൾ എൻ്റെ കുഞ്ഞ് മുറ്റത്തിറങ്ങിയെന്ന് പറയും, എൻ്റെ മാതാവേ എൻ്റെ തിരുവാമ്പാടി കൊണ്ടുവന്നിട്ട് കൊല്ലാവുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നു. അന്നൊക്കെ ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട്. കൈ പിടിച്ച് നടത്തുന്ന അമ്മയുടെ ആ സംരക്ഷണയിൽ എൻ്റെ മക്കളെയെല്ലാം ഞാൻ വളർന്നു. പിന്നെ ഞങ്ങൾ തിരുവാമ്പാടിക്ക് വന്നു. പിന്നെ 45 കൊല്ലം തിരുവാമ്പാടി താമസിച്ചു. തിരുവാമ്പാടി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുമില്ലാത്ത ഒരവസ്ഥ. 2 ഏക്കർ സ്ഥലം അവിടെ കിട്ടിയിരുന്നത്. അത് ഈ കയ്യോൻ എന്ന് പറഞ്ഞ സാധനമുള്ള അതേ ഉള്ളൂ അവിടെ. അതുമെല്ലാം വെട്ടിത്തെളിച്ച് ഞങ്ങൾ വിത്ത് കളിച്ചു. പണ്ട് ഭർത്താവ് പറയുന്നത് 100 പേര് എന്ന് പറഞ്ഞ പോലെ അതുപോലെ അങ്ങോട്ട് വിളഞ്ഞ് ആവശ്യത്തിന് നെല്ലായി. ഒരു എല്ലാം സമാധാനത്തിൻ്റെ വഴിയായി. പിന്നെ ഞങ്ങൾ കുറച്ച് റബ്ബർ വെച്ചു, തെങ്ങ്, കാവുങ്ങ് ഒക്കെ വെച്ച് എല്ലാം ഉണ്ടാക്കി പെറുക്കിയെല്ലാം വന്നു. നല്ലപോലെ പണിയെടുക്കുമായിരുന്നു ഈ മകൻ.
കുഞ്ഞു കാലം മുതൽ അന്നും 10ാം ക്ലാസ്സിലെ അങ്ങോട്ട് അപ്പനുമായിരുന്നു പറിക്കാനും ഒക്കെ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചവനാണ്. ഒരിക്കലും ദൈവം അവനെ കൈവിടുകയില്ല. 1947-48 കാലങ്ങളിലാണ് ഞങ്ങൾ തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് കുടിയേറിയത്. ആദ്യമായിട്ട് ഞങ്ങൾ വന്ന തിരുവാമ്പാടി ഭാഗത്താണ് സ്ഥലം വാങ്ങിയത്. ഞങ്ങളുടെ ഉപ്പാപ്പനും കുടുംബവും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് അവിടെ സ്ഥലം വാങ്ങിയത്. അതുപോലെ തന്നെ പുലിരാമ്പറയും ഞങ്ങളൊരു 5 ഏക്കർ സ്ഥലം, അതും ഞങ്ങൾ ഒന്നിച്ചാണ് അവിടെ വാങ്ങിയത്. എനിക്ക് ഒരു 3-4 വയസ്സുണ്ടാവും. ഒരു ഓർമ്മയേ ഉള്ളൂ എനിക്കത്, അന്നത്തെ കാലങ്ങൾ ഓർക്കുന്നത്. അങ്ങനെ ഈ അവിടെ ഓരോരോ ഓലപ്പരയായിരുന്നു, കാടായിരുന്നു സ്ഥലം മേടിച്ചത്. അത് വെട്ടിത്തെളിച്ച് ആദ്യം ഞങ്ങൾ നെല്ല് കൃഷി ചെയ്തു. പിന്നെ അത് നന്നായി വിളച്ചു. പിന്നെ കപ്പയിട്ടിട്ട് ആ കൊല്ലമൊന്നും വിലയൊന്നും കിട്ടാതെ ആ കഷ്ടപ്പെട്ട് പോയി. 2 കൊല്ലമൊക്കെ പറിക്കാതെ ഇട്ടിരുന്നു. എന്നിട്ടാണ് കാട് വെട്ടിയിട്ട് പിറ്റേ കൊല്ലം വെട്ടി ആണ് കൊടുത്തത്. അന്നേരം പുലിരാമ്പറയെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവാമ്പാടിയിലും വലിയ പെരയൊന്നുമില്ലായിരുന്നു, ചെറിയൊരു ഓലപ്പെരയായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. പുലിരാമ്പറയും സ്ഥലമുള്ള അവിടെയും വന്നൊരു ഷെഡൊക്കെ ഉണ്ടാക്കി അവിടുന്ന് ഒരാഴ്ച തിരുവാമ്പാടി ജോലി ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചാച്ചനും അമ്മയും ഞാനും കൂടെ പുലിരാമ്പറയ്ക്ക് വരും, എന്നെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. അവിടെ കൊണ്ട് ഒരു തൈതൽ കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ വീടായിരുന്നു. അതിന് മുകളിൽ അവിടെ ഇരുത്തിച്ചാണ് അവർ പണികൾ ചെയ്യുന്നത്. അങ്ങനെ അവിടെ നനച്ച് 4 ഏക്കറും കപ്പ ഇടുകയൊക്കെ ചെയ്തു. നന്നായിട്ട് വിളവുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെല്ല് വിതച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ അങ്ങനെ കൃഷി ചെയ്തു. പിന്നെ ഞങ്ങൾ തിരുവാമ്പാടിയിലേക്ക് തിരിച്ചു വരും. തിരിച്ചുവരും വീടൊക്കെ ചതല് പിടിച്ച് കിടക്കുകയാണ്, അതൊക്കെ അടിച്ച് വാരി അങ്ങനത്തെ ജീവിതമായിരുന്നു അന്നത്തെ കാലത്തൊക്കെ. പിന്നെ ഒരു മകനുള്ളതിൻ്റെ പേരിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4 പേരാണ് ഞങ്ങൾ മക്കൾ. 4 പേര് മക്കളിൽ ഞങ്ങൾ ഒരു മകള് സിസ്റ്ററാണ് ഇപ്പോൾ. മറ്റവരൊക്കെ വിവാഹ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നു. അവരൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു. അവരുടെ കല്യാണങ്ങളൊക്കെ ഞങ്ങൾ വളരെ വിഷമിച്ചാലും കാര്യങ്ങളൊക്കെ നടത്തി. എൻ്റെ ഓർമ്മ വരുമ്പോൾ ഞാൻ ഓർക്കുന്ന എൻ്റെ ചാച്ചൻ നല്ലൊരു കൃഷിപ്പണിക്കാരനായിരുന്നു. അതുകൊണ്ടാണ് എനിക്കും തോന്നുന്നു ഇപ്പോഴും കൃഷിപ്പണിയിൽ കൂടുതലായിട്ട് താല്പര്യം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പഠിക്കാൻ സാഹചര്യം ഉണ്ടായാലും പഠിക്കാൻ മേലാത്ത അവസരമാണ് എനിക്ക് വന്നത്. കാരണം പെട്ടെന്ന് ഒരു ചാച്ചൻ്റെ മരണം വന്നു കഴിഞ്ഞപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെറുപ്പകാലത്ത് തന്നെ ഞാൻ SSLCക്ക് പഠിക്കുമ്പോൾ തന്നെ എൻ്റെ തലയിലേക്കായി. അപ്പോൾ എൻ്റെ അമ്മയും ഞാനും കൂടെ വളരെ കഷ്ടപ്പെട്ടാണ് ബാക്കി കുടുംബം പുലർത്തിക്കൊണ്ട് പോകുന്നത്. കൃഷിപ്പണി ചെയ്തും പശുവിനെ വളർത്തിയും അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് കാരണം എൻ്റെ പഠനം നിർത്തി. മക്കളെ എൻ്റെ പെങ്ങന്മാരെ പഠിപ്പിക്കാനൊക്കെ വേണ്ടി ഞാൻ അതിനുവേണ്ടി കൂടുതലായിട്ട് എടുത്തു. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അന്നു മുതൽ എൻ്റെ ഓർമ്മ വരുന്നത് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു പ്രാർത്ഥനാ ചൈതന്യത്തിൽ കൂടെ പോകുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെ ഓർമ്മ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഏതായാലും ഞങ്ങൾ ആ പ്രാർത്ഥനാ ചൈതന്യത്തിൽ തന്നെയാണ് ഇന്ന് എൻ്റെ കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ കാരുണ്യമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പോരാതെ എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ഭക്തിയാണ് ഞങ്ങളെ ദൈനംദിനമായിട്ട് തന്നെ ഇപ്പോഴും ഒരു കുഴപ്പത്തിൽ വീഴാതെ ഞാൻ മുമ്പോട്ട് പോകുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് ഞാൻ ഏറ്റവും നന്ദി എൻ്റെ ദൈവത്തോട് ഞാൻ പറയുകയാണ്. കാട്ടാനകളോടും കാട്ടുപന്നിയോടും പടവെട്ടി കൃഷിയെ സംരക്ഷിച്ചവരാണ് കുടിയേറ്റ കർഷകർ. ആധുനിക സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇവരുടെ ജീവിതത്തെ വേലികെട്ടി സംരക്ഷിച്ചത് ദൈവത്തിൻ്റെ കരുണയാണ്, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ്. ഈ ഓർമ്മകൾ ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നു. രോഗം പിന്നെ എല്ലാവർക്കും മലമ്പനിയും ചൂടുപനി, ചുമ്മാ തടിക്കുന്ന അധികം ഒരുമാതിരി പനിയൊക്കെ അല്ലേ. അപ്പോൾ പള്ളിക്ക് നിന്ന് ദേവസ്വത്തിൻ്റെ ഇങ്ങനെ ഓരോ ബാറിലും ഞങ്ങൾക്ക് പന്തലിട്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ പോവുകയാണ്. മക്കളൊക്കെ മുന്നേ നിൽക്കും. പോയി എല്ലാവരും പ്രാർത്ഥിച്ച് അതിനോട് മെഴുതിരി കത്തിച്ച് കഴുന്നും എടുത്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടത്. കൃഷികാര്യങ്ങളെ ഞങ്ങളിങ്ങനെ പുല്ലാമ്പറയ്ക്ക് പോകുന്നായിരുന്നു. സ്ഥലം മേടിച്ച് അവിടെ വന്ന് കൃഷി ചെയ്തുകൊണ്ടിരുന്നു. എന്നൊരു ആനയുടെയൊക്കെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അയൽക്കാരൊക്കെ കൂന്നൊക്കെ കേൾക്കാൻ രാത്രിയിലൊക്കെ. അങ്ങനെ ഒരു ദിവസം കിടന്നപ്പോൾ എനിക്കൊരു മകനല്ല ഉള്ളൂ. ഞങ്ങൾ 3 കൂടെ ഒരു തൈതലൊക്കെ ഇട്ട് ഒരു മാടം പോലെ കെട്ടിയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം പിന്നെ നോക്കിയപ്പോൾ നേരം വെളുത്തപ്പോൾ രാത്രിയിലാണെങ്കിലും വെളിച്ചമുള്ളപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ കാല ഒരുക്കുകയും കപ്പ ഇടാനുള്ളതൊക്കെ ഞങ്ങൾ പണിയുമായിരുന്നു രാത്രിയിലും, ഞാനും എൻ്റെ ഭർത്താവും കൂടെ. എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഇട്ടുകൊണ്ടല്ലേ കിടക്കുന്നുണ്ട്. കുഞ്ഞ് 3 വയസ്സിലാണ്. എന്നിട്ട് അവനെ കൊണ്ട് അന്നേരം ഒരു ദിവസം വന്ന് നോക്കിയപ്പോൾ മുറ്റത്ത് ആന വന്ന് കപ്പ പറിച്ച് വെച്ചിരിക്കും ചുവടോടെ. കപ്പ ആന തിന്നിട്ടുമില്ല, ആനപ്പിണ്ടം ചൂടോടെ ഉള്ളത്. അത് അന്നേരം ഞങ്ങളെ തൊടാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. ഞങ്ങളെ എല്ലാത്തിനും ആനയ്ക്ക് വേണേൽ കൊന്നേച്ച് പോയായിരുന്നു. അത്രയ്ക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലായിരുന്നു തിരുവിതാംകൂറിൽ നിന്ന് കയറിയിട്ട് മാതാവ് ഞങ്ങളെ കാത്തുകൊണ്ടിരുന്നത്. അങ്ങനെ എന്തെല്ലാം അപകട സന്ധികൾ
എന്തെല്ലാം വിഷമതകളിൽ എൻ്റെ അമ്മ ഒരു ശകലം പോലും സമയം കളയാതെ കൂടെ ഉണ്ടെന്ന് ഇപ്പോഴും എനിക്ക് ദൃഢമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാലം തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ കരുത്തോടെ നിൽക്കുവാൻ ഈ അമ്മയെ സഹായിച്ചത് മാതാവിലുള്ള ആശ്രയത്വമാണ്. ജപമാലയെ മുറുകെ പിടിച്ച് ഈശോയുടെ സഹനങ്ങളോട് ചേർന്ന് തിരുഹൃദയത്തിലേക്ക് എല്ലാം സമർപ്പിച്ച് മുന്നേറിയ ഈ അമ്മ പറയുന്നു. അച്ഛന് ഞങ്ങളിങ്ങനെ വന്നു, ഇവിടെ ഇങ്ങനെ താമസിച്ചിരിക്കുന്നു. അന്നേരം പിള്ളേർ പിന്നെ പെൺപിള്ളേരും ഉണ്ടായി, അവരെയൊക്കെ വളർത്തി ഞങ്ങളിരിക്കുന്നു. അന്നേരം ഒരു അന്നൊക്കെ അറിയത്തില്ലായിരുന്നല്ലോ, വന്നാൽ പിന്നെ രോഗം വന്നാൽ കൊണ്ടുപോകാനും അതിന് ചികിത്സിക്കാനും ഒക്കെ അങ്ങനെയുള്ള ഒരു പുതിയ കുടിയേറി താമസമല്ലേ, ഒരു കമ്പൗണ്ടർ ഒരു സാറേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് ചികിത്സിക്കാൻ അവിടെ. പക്ഷേ അങ്ങനെ കൊണ്ടുപോകാനത്തില്ല. അതിന് ആരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഒന്നും കൊണ്ടുപോയി. രണ്ടാമത്തെ പ്രാവശ്യം പിറ്റേ അന്ന് വൈകിട്ട് കൂടുതലായിപ്പോയി. കൊണ്ട് വന്ന് അച്ഛൻ വന്ന് സംസാരിപ്പിച്ച് കുർബാനയൊക്കെ കൊടുത്തു. നമ്മുടെ പിന്നെ എന്നിട്ട് എല്ലാം പറഞ്ഞ് കാലത്തെ ചേട്ടൻ കുർബാന ആയിക്കൊള്ളാൻ അങ്ങ് വന്നാൽ മതി പള്ളിയിലെടുത്തും പറഞ്ഞ് അന്ന് പോയി. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം പിന്നെ ഈ സാധനം ഉണ്ടാകുന്നു. അന്നേരം ഭയങ്കരമായിട്ട് ഇഷ്ടം കണ്ടു. ഞാൻ ചെന്നു എന്നാന്ന് ചോദിച്ചു, പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഒന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അന്നേരം പിന്നെ ആരെങ്കിലും ഉള്ളവരെല്ലാം തരുമല്ലോ വണ്ടിയൊക്കെ, കമാൻഡർ സാർ തന്നെ വണ്ടി വിട്ട് തന്നു. ഞങ്ങളതിന് പോവുക എഡിറ്റ് ഹൗസിനെ കാണിക്കാൻ കോഴിക്കോട്. എന്നിട്ട് രാത്രിമേനല്ലേ അയൽക്കാരൊക്കെ കയറും. എന്തൊരു സ്നേഹമാണെന്ന് അറിയുമോ, അയൽക്കാരാണ് നമ്മുടെ സഹോദരങ്ങൾ. എന്നിട്ട് അയൽക്കാരും കയറി എല്ലാവരും കൂടെ പോകുക. എന്നിട്ട് മുക്കത്ത് ചെന്ന് മുക്കം പുഴ കയറുന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യേലിങ്ങനെ തൂത്തു. എൻ്റെ ചങ്കയിലോട്ട് ഇങ്ങനെ തല വെച്ചായിരുന്നു. ഇവനും ഉണ്ട് അയൽക്കാരും ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ എൻ്റെ കയ്യെ തൂത്തു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും പറയാനായിരിക്കും എന്നുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ല, വെള്ളം വേണം. ഞാൻ ചോദിച്ചത് ഇങ്ങനെ വെള്ളം വേണം. ഇത്രയൊന്ന് ചോദിച്ചു. എടാ ചാച്ചനും വെള്ളം വേണമെന്നാണ് പറയുന്നത് പറഞ്ഞ ഉടനെ ഒരു ചായക്കടയുടെ വാതിക്കലേക്ക് ഞങ്ങൾ വണ്ടി നിർത്തി. അയാളെ വിളിച്ച് വേഗം, രാത്രിയല്ലേ, വേഗം ഞങ്ങൾ വെള്ളം ചായ എടുത്തു കൊണ്ടുവന്നപ്പോഴത്തേക്ക് പുള്ളി കുടിക്കാൻ മേലാത്ത അവസ്ഥ. ഞാൻ നോക്കിയപ്പോൾ പൂക്കളിൻ്റെ അവിടെ ഒരു അനക്കം പോലെ മാത്രമേ ഉള്ളായിരുന്നു. അന്നേരം എൻ്റെ മാതാവേ, എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ, ഒരു ആയിപ്പോയി കേട്ടോ. എനിക്കൊന്നും അറിയത്തില്ല. എല്ലാം ഈ മരിച്ച ആളിനെയും എൻ്റെ കുഞ്ഞുമക്കളുടെ എല്ലാം അങ്ങനെ കരങ്ങളെ സമർപ്പിക്കുന്നത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലങ്ങളൊക്കെ എനിക്ക് കിട്ടി. മനസ്സ് ഒന്നുമില്ല, നമുക്കറിയാം ഒരു ആപത്ത് വരുമ്പം നമുക്ക് ഒന്നും അറിയത്തില്ല. അതുപോലെ നിഷ്പ്രക്ഷയായിപ്പോയി. എനിക്ക് വിശപ്പൊന്നാകും ഒന്നുമില്ലെന്നായിപ്പോയി. അങ്ങനെ വന്ന് തിരിച്ചു വന്നു. എന്നാലും പിന്നീട് അത് ഓരോരുത്തരൊക്കെ വല്ലതൊക്കെ പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എൻ്റെ ആവശ്യമല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ധൈര്യത്തോടു കൂടി എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പണിയെടുത്തു. പശുവിനെ കറക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ തോട്ടത്തിൽ പോയി പുല്ലി എത്തണം, ഒക്കെ നല്ല കഷ്ടപ്പാടുണ്ട്. ചെത്തിക്കുകയല്ല അവിടെ തോട്ടക്കാരെ ഒക്കെ. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഞങ്ങൾ പിന്നെ ചുന്നിട്ട് ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ലാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ട് സന്തോഷത്തോടെ എല്ലാവരും ജീവിക്കുന്നു. അതുപോലെ മാതാവിൻ്റെ വലിയേറിയ അനുഗ്രഹം എൻ്റെ മക്കളോട് ഞാനതേ പറയുന്നുള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തെ മുറുക്കെ പിടിച്ചോ, അതേ രക്ഷയുള്ളത്. സന്ധ്യാമണി മുഴങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ഒരു പഴങ്കഥയല്ല. ഈ കുടുംബത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്നും നടക്കുന്ന കുടുംബ പ്രാർത്ഥനയാണ് ഈ കുടുംബത്തിന്റെ ശക്തി സ്രോതസ്. തിരുഹൃദയത്തിന്റെ മുൻപിൽ സർവ്വതും സമർപ്പിച്ച് ജപമാലയിലൂടെ മാധ്യസ്ഥം യാചിച്ച് ഈ അമ്മയോടൊപ്പം കുടുംബവും പ്രാർത്ഥിക്കുന്നു. സന്തോഷപൂർണമായ ജീവിതത്തിന് കാരണമായി മാറുന്നത് ഒന്നിച്ചുള്ള കുടുംബ പ്രാർത്ഥനയാണ്. ആന്തരികമായി അനുഭവിക്കുന്ന ആനന്ദത്തിന്റെ ഫലമാണ് വാർദ്ധക്യത്തിലും കുടുംബത്തോടൊപ്പം ഈ അമ്മയ്ക്കും സന്തോഷിക്കാൻ കഴിയുന്നത്. സൗഹൃദവും സന്തോഷവും പങ്കിട്ട് ജീവിക്കുന്ന കുടുംബമായി മാറണമെങ്കിൽ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും ആവശ്യമാണെന്ന് ഇവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. എൻ്റെ മകനെ 7 വയസ്സായപ്പോഴാണ് അതിൻ്റെ ഇളയ പുത്രി ഉണ്ടാകുന്നത്. മലബാറിൽ വന്ന്
അത് കഴിഞ്ഞ് പിന്നെ 3 പെൺമക്കളും കൂടെ ഉണ്ടായി. അത് അന്നേരം അങ്ങനെ 4 പെൺമക്കളെ മകനുമുണ്ട്. ഒരു സ്കൂളിൽ പോക്കൊക്കെ തുടങ്ങി. സന്ധ്യ ആകുമ്പോഴേ ഞങ്ങളെ തിരുവർത്ഥയത്തിൻ്റെ മുമ്പിൽ മെഴുതിരി കത്തിച്ച് ഞങ്ങൾ പാട്ടും പാടി, മക്കളും ഞങ്ങൾ പാട്ടും പാടി കർത്താവിൻ്റെ മോനെ ചൊല്ലാതെ ഒരു മക്കൾക്ക് പോലും കഞ്ഞി കൊടുക്കില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ മാതാവിനെ മുറുകെ പിടിച്ചു. എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കളെ ഒക്കെ എല്ലാത്തിനെയും സംസാരിപ്പിച്ച് കുർബാന കൈക്കൊള്ളിച്ച് കഴിഞ്ഞാൽ ഞാൻ 7 വെള്ളിയാഴ്ചയും 7 ശനിയാഴ്ച 9 ശനിയാഴ്ച ഞാൻ വിട്ട് അമ്മയെ മാതാവിനെയും എൻ്റെ ഈശോയ്ക്ക് ഞാൻ സമർപ്പിച്ചാണ് വളർത്തിയത്. ആ ഒരു ബലമാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. ധൈര്യമായിട്ട് എൻ്റെ പെൺമക്കളും എൻ്റെ മകനും ഒന്നും യാതൊരു കാരണവശാലും പോവുകയല്ലെന്ന് എനിക്ക് അവൻ്റെ മനസ്സിൽ ഉണ്ട്. ആ ധൈര്യത്തിൽ ഞാൻ ഇന്ന് ജീവിക്കുന്നു. പിന്നെ അങ്ങനെ വെച്ചാൽ അന്ന് കാലം മുതൽ ഒരു ആൺകുഞ്ഞല്ല ഉള്ളു. എല്ലാവർക്കും അച്ഛനും കന്യാസ്ത്രീയൊക്കെ ആകുമ്പോൾ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. ഞാൻ ഒരുപാട് എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് തിരുവാമ്പാടിയിലായിരുന്നു പള്ളി. ആ തിരുവൃതയത്തിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ച് അമ്മ എൻ്റെ ഈശോ അവൾ പോയി നിത്യവ്രതം കഴിയുന്നതിന് മുമ്പായി തന്നെ അതെല്ലാം ഞാൻ കണ്ടു. എൻ്റെ പള്ളിക്കകത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ് ഞാൻ. എന്നിട്ട് അതൊക്കെ അതുപോലെ തന്നെ സംഭവിച്ചു. എനിക്കെല്ലാം എൻ്റെ കുഞ്ഞിനെ കന്യാസ്ത്രീയാക്കിയതും പിന്നെ മുടി വെച്ച് പിന്നെ നിത്യവ്രതം ആകുമ്പോഴത്തേ അതൊക്കെ കണ്ടു. അതെല്ലാം ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. ചെറുപ്പകാലത്തിൽ കിട്ടിയ പരിശീലനമാണ് ഇന്നും പ്രാർത്ഥനയുടെ വഴികളിൽ മുന്നേറുവാൻ ഈ അമ്മയെ സഹായിക്കുന്നത്. വരും തലമുറയ്ക്കു വേണ്ടി ഈ അമ്മയ്ക്ക് നൽകാനുള്ളതും ഈ മാതൃക തന്നെയാണ്. വെളുപ്പിനെഴുന്നേറ്റുള്ള പ്രാർത്ഥന, കുടുംബമൊന്നാകെ ഇതിൽ പങ്കാളികളാകുന്ന മനോഹരമായ കാഴ്ച. സമാധാനത്തിന്റെ മാർഗത്തിൽ കഴിയാൻ ഇവരെ സഹായിക്കുന്നത് ഈ പ്രാർത്ഥന തന്നെയാണ്. വാർദ്ധക്യത്തിലും ദൈവിക ചൈതന്യം നിലനിർത്തുവാൻ നമുക്കാവശ്യം പ്രാർത്ഥന തന്നെയാണെന്ന് ഈ അമ്മ പറയുന്നു. സഹനങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ നിന്ന തിരുക്കുടുംബം പോലെ നമ്മുടെ കുടുംബങ്ങളും മാറണമെങ്കിൽ ഈ അമ്മയുടെ മാതൃക നാമും സ്വീകരിക്കേണ്ടതാണ്. എൻ്റെ അപ്പൻ നല്ലപോലെ ദൈവസ്നേഹമുള്ള ആളായിരുന്നു. ഒരിക്കലും മക്കളെ കൊന്ത കയ്യിൽ നിന്ന് വെച്ചിട്ടൊരു പരിപാടിയില്ല. അതിലാണ് നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു പറയുമായിരുന്നു. എൻ്റെ അമ്മയും അങ്ങനെ തന്നെയായിരുന്നു. കുരിശ് വരയ്ക്കാൻ ഇന്നും ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയും അപ്പനെയും ഞങ്ങൾക്ക് തിണ്ണയിലിരുന്നായിരുന്നു തിരുവൃതയത്തിൻ്റെ മുമ്പിൽ ചൊല്ലുന്നത്. അതിപ്പോഴും എൻ്റെ മനസ്സിൽ കാണും. ഒരു പിതാവിന് സമർപ്പിക്കാനല്ലേ പറയുന്നത്. പിതാവിൻ്റെ ഒരു രൂപമുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാനന്നേരം എൻ്റെ അമ്മയും അപ്പനെയും സഹോദരങ്ങളെല്ലാം പിതാവിന് സമർപ്പിക്കും. എൻ്റെ അപ്പൻ പഠിപ്പിച്ചൊരു പാട്ടുണ്ടേ, അതെൻ്റെ ഇപ്പം ഞാൻ ഓർക്കുക. അത് വേണം ഞാൻ 2 പേര് ചൊല്ലാം. മാമരി തനക്കു ഗന്ധമണാള മാമറയരുളേശുവിൻ താത കാരണപവം തീർക്കും തുണാളം ആരണർ പരിതാപ വിമോശ പന്നിരുകുലമിന്നും പ്രകാശ കനികൈ മരി സ്വർണ്ണ തുണാള വർണ്ണപഗുണം വിളങ്ങും പൊൻരൂവ വിണവർകളിൽ കൂർന്നെടും ശൂശേ ഈശനെ കരത്തേന്തി മാർവണത്തു വാസമേ 7 വർഷമേ ഇരുന്നു ദേശമേ നാസർ ഊർധനിൽ കടന്നു വാസമേ 7 വർഷമേ ഇരുന്നു അപ്പനെ അരും താപസമുനിയെ തർപ്പരൻ മരി തുണൈ മരണിയെ അതിനം ഇന കോർദിനം മരണം അതിനം മരി പാലനും ശരണം മാമരി തനക്കു ഗന്ധമണാള മാമറയരുളേശുവിൻ താത. ഞാൻ എൻ്റെ അമ്മയുടെ ദേവമാതാവിൻ്റെ മുന്നിൽ മെഴുതിരി കത്തിക്കും. വെളുപ്പിനെ എഴുന്നേറ്റ് കത്തിച്ചിട്ട് ഞാൻ 3 കൊന്ത ചൊല്ലും. 153 ചൊല്ലി ആദ്യത്തെ 53യുടെ 5 രഹസ്യത്തിൽ എൻ്റെ 5 മക്കളെയും കുടുംബങ്ങളെയും ഓരോരുത്തരെയും ഞാൻ സമർപ്പിച്ച്
അവരവരുടെ ദിനചര്യകളെ ആപത്തൊന്നും കൂടാതെ കാത്തോളണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചൊല്ലുള്ളൂ. ബാക്കി വൈദികർക്ക്, സന്യസ്തർക്ക്, രോഗികൾക്ക്, വികലാംഗർക്ക്, പിന്നെ എൻ്റെ സാലോൺ ദേവിക്ക് വേണ്ടി എല്ലാവരെയും ഞാൻ സമർപ്പിച്ച് ഞാൻ 3 കൊന്ത ചൊല്ലും. 153 മണിയാവും ചൊല്ലി കാഴ്ച വെക്കുമ്പോഴത്തേക്ക് എൻ്റെ മകനും ഭാര്യ എഴുന്നേറ്റ് വരും. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കൊന്ത ചൊല്ലി തിരുഹൃദയത്തിന് സമർപ്പിച്ച് ഓരോ ദിവസവും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാം സമർപ്പിച്ചേച്ച് ഞങ്ങൾ എഴുന്നേറ്റ് പോവുള്ളൂ. അത് ആ ഒരു കരുണ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ മാതാവ് ഇന്നും കൈ പിടിച്ച് നടത്തുന്നു ഓരോ കാൽച്ചുവടും. വേദന തട്ടിയാൽ നിനക്ക് ഞാനല്ലേ, വേദനകളുണ്ട് കേട്ടോ, കാലിന് തേയ്മാനും വേദനയൊക്കെ. വേദന തട്ടിയാൽ ഞാനല്ലേ നിനക്കുള്ളതെന്ന് പറയുന്നതായിട്ട് എനിക്ക് കേൾക്കാം എൻ്റെ അമ്മ. ഞാൻ എന്തുമാത്രം സഹിച്ചു. ഈശോയ്ക്ക് സമർപ്പീര്, ഈശോയ്ക്ക് സമർപ്പീര് എന്നാണ് പറയുന്നത്. ഓരോ പാപികൾക്ക് വേണ്ടി സമർപ്പീര്, രോഗികൾക്ക് സമർപ്പീര്, ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ എനിക്കെൻ്റെ സാലോൺ ടി വി വന്നു കഴിഞ്ഞാൽ പിന്നെ സാലോമിൽ വെച്ച് കാണും. അന്നേരം നല്ല വചനങ്ങൾ കേൾക്കും. അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. എൻ്റെ വാർദ്ധക്യത്തിൽ സാലോം വന്ന് അത് ഒരുപാട് ചൈതന്യം എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ 90 വയസ്സായ ഞാൻ ഇത്രയും ആരോഗ്യത്തോടെ ദൈവം തരുന്നതിനെ എന്തുമാത്രം നന്ദിയുള്ളവളായി ഞാൻ ജീവിക്കണം, എന്തുമാത്രം ലോകത്തിൻ്റെ വ്യഗ്രതകളിൽ നിന്ന് മാറണം, ക്ഷമിക്കണം. ഒത്തിരി ഒത്തിരി ചെയ്യാനുണ്ട് ഇനി എനിക്ക്. അതിനായിരിക്കും ദൈവം വെച്ചിരിക്കുന്നത്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എല്ലാവരും പറയും ഇങ്ങനെ വയസ്സായിട്ട്, അതൊക്കെ തമ്പുരാൻ തരുന്ന കരുണകളാണ്. ഇത് ദൈവത്തെ സ്തുതിച്ചിരിക്കാൻ മേലെ. എൻ്റെ വൈദികന്മാരൊക്കെ വന്നേച്ച് സംസാരിപ്പിക്കാൻ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, അതിന് വേണ്ടി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചു വൈദികന്മാർ വരികയല്ലേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് പോകും. അവരെ ഓരോന്നും പറഞ്ഞ് ഏൽപ്പിച്ചേച്ച് ഒത്തിരി ഉണ്ട് ചുമതല എനിക്കിനി. അത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. എൻ്റെ അമ്മ പറയുന്ന അത്രയും കാലം. ദൈവത്തിന് നന്ദി പറഞ്ഞ് പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചു മുന്നേറുന്ന ഈ ജീവിതത്തിന് ഇനിയും ഒത്തിരി ദൗത്യങ്ങളുണ്ടെന്ന് ഈ അമ്മ പറയുന്നു. 90 വയസ്സ് പിന്നിടുമ്പോഴും ഈ അമ്മ തളരുന്നില്ല. ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിക്കുന്നവർക്ക് തളരാനാവില്ല. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുന്നവരുടെ ശക്തി ചോർന്നു പോകില്ല. ഈ അമ്മ പഠിപ്പിക്കുന്ന ഈ പാഠം നമുക്കും സ്വന്തമാക്കാം. പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയിലെത്താൻ നമുക്കും ശ്രമിക്കാം. മാമരി തനക്കു ഗന്ധമണാള മാമറയരുളേശുവിൻ താത കാരണപവം തീർക്കും തുണാളം ആരണർ പരിതാപ വിമോശ പന്നിരുകുലമിന്നും പ്രകാശ കനികൈ മരി സ്വർണ്ണ തുണാള വർണ്ണപഗുണം വിളങ്ങും പൊൻരൂപ വിണവർകളിൽ കൂർന്നിടും ശൂശേ ഈശനെ കരത്തേന്തി മാർവണത്തു വാസമേഴു വർഷമേയിരുന്നു.